ഇന്ന് ഞാൻ ഇവിടെ ഒരു ദാൽ പ്രീമിക്സ് മൾട്ടിഗ്രെയിൻ ദാൽ പ്രീമിക്സ് ഇത് ബിസി ഡേയ്സിന് നല്ല എളുപ്പമാണ്. ദാലൊക്കെ ഉണ്ടാക്കാൻ കുക്കറൊക്കെ യൂസ് ചെയ്യാതെ നമുക്ക് പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ്. എങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ആദ്യം ദാൽ ഇവിടെ ഇട്ടിരുന്ന കടലപ്പരിപ്പ്, പിന്നെ സാമ്പാർ പരിപ്പ്, പിങ്ക് ദാൽ, പിന്നെ ഗ്രീൻ ഗ്രാം, പിന്നെ ചെറുപ്പയർ. സോ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഇതിന് പ്രത്യേക അളവൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് ദാൽ വേണം എനി അമൗണ്ട് അതൊന്ന് മിക്സ്ഡ് ആയിട്ട് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദാൽ ഉണ്ടായാലും അതും യൂസ് ചെയ്യാം. അത് നന്നായിട്ട് അത് കഴുകിയിട്ട് ഒരു ഹാഫ് ആൻ അവർ അത് സോക്ക് ചെയ്തിട്ട് അത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഒരു വൈറ്റ് കളർ ക്ലോത്തിൽ അതൊന്ന് ഉണങ്ങാൻ വെക്കാം. സോ അതൊന്ന് ഉണങ്ങിയ ശേഷം കുറച്ച് വെട്ടായിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. അതൊന്ന് നൈറ്റ് ഒരു ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഒരു 2-3 മിനിറ്റ്സ് മാക്സിമം 5 മിനിറ്റ്സ് വരയ്ക്ക് സോട്ട് ചെയ്താൽ മതി, ജാസ്തി ആവരുത്. സോ അതൊന്ന് സോട്ട് ചെയ്ത ശേഷം അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചില്ലി, റെഡ് ചില്ലി, ഡ്രൈ റെഡ് ചില്ലി അതൊന്ന് നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതൊന്ന് സോട്ട് ചെയ്യാം. പിന്നെ ജീരകം ഇടാം. ജീരകം ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് സോട്ട് ആൻഡ് കുറച്ച് പെപ്പർ. സോ പെപ്പർ ഓപ്ഷണലാണ്. വേണമെങ്കിൽ എരിവ് വേണമെങ്കിൽ പെപ്പർ ഇടാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. സോ ഇത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കായം ഇടാം, പിന്നെ മഞ്ഞപ്പൊടിയും പിന്നെ ഉപ്പ് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ചൂടാറിയ ശേഷം അതൊന്ന് മിക്സി ബൗളിലിട്ടിട്ട് അതൊന്ന് പൗഡർ ആക്കാം. സോ അങ്ങനെ ഞാൻ ഇത് പൗഡർ ആക്കി. ഇത് കുറച്ച് അങ്ങോട്ട് കുറെ ഉണ്ടായാലും കുഴപ്പമില്ല. പരിപ്പല്ലേ കൂട്ടാനായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അത് കുഴപ്പമില്ല. സോ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്കിത് 2-3 മന്ത്സ് വരയ്ക്കും നമുക്ക് സ്റ്റോർ ചെയ്യാം. മോർണിംഗ് ബിസി ഡേ മോർണിംഗ്സ് നമുക്കിത് വെരി ഈസിയാണ് നമുക്ക് കൂട്ടാനൊക്കെ ഉണ്ടാക്കാം. ഞാൻ ഇത് വെച്ചിട്ട് നമുക്ക് ഈ മൾട്ടിഗ്രെയിൻ ദോശ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഈ അടദോശ മാതിരി ഉണ്ടാക്കാം. ഇങ്ങനെ കുറച്ച് വെള്ളം കലക്കിയിട്ട് കുറച്ച് അരിപ്പൊടിയും ഇട്ടിട്ട് നമുക്കത് ദോശ മാതിരി ഉണ്ടാക്കാം. ഇത് അത്ര ക്രിസ്പി ദോശ ആയിട്ട് വരില്ല. ജസ്റ്റ് ഒരു അടദോശ മാതിരി നമുക്ക് ഉണ്ടാക്കാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇതൊരു ഓപ്ഷൻ. പിന്നെ പരിപ്പ് ഉണ്ടാക്കാൻ പിന്നെ ചീഞ്ചിട്ട് എടുക്കുക. എണ്ണ ഇട്ടിട്ട് കടുക് ജീരകം താളിച്ചിട്ട് ഈ പൗഡർ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഇട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ കൺസിസ്റ്റൻസി വേണം അതുമാതിരി ഇട്ടിട്ട് ഉണ്ടാക്കാം. സോ ഇതൊരു ഈസിലി നമുക്ക് ഉണ്ടാക്കാം. വേണമെങ്കിൽ ഓണിയൻ ടൊമാറ്റോ ഒക്കെ നമുക്ക് വതക്കിയിട്ടും ഇടാം. പിന്നെ അവസാനം കൊത്തമല്ലി ഇടാം. സോ ഈ ഒരു പ്രീമിക്സ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കും. തനിയെ താമസിക്കേണ്ടവർക്കൊക്കെ നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ട് കൊടുത്താൽ. പിന്നെ നമുക്കും പെണ്ണുങ്ങൾക്കൊക്കെ നാട്ടിലേക്ക് ഇപ്പോൾ പോകണമെങ്കിൽ ട്രാവലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള ആൾക്കാർക്ക് നമുക്കിത് റെഡിയാക്കി വെക്കാം. അവർക്കും കുക്കിംഗ് ജസ്റ്റ് റൈസ് ആൻഡ് ചപ്പാത്തിന് ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. സോ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ എങ്ങനെയുണ്ടെന്ന്. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ.